ഹായ്, കുറച്ച് ദിവസമായല്ലോ കണ്ടിട്ടല്ലേ. നമുക്കിന്ന് ചക്ക വേവിക്കാം, മീൻ കറിയും വെക്കാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ എടുത്തു വെച്ചിരുന്ന ചക്കയാണ് കേട്ടോ, ഫ്രീസറിനകത്ത് എടുത്ത് വെച്ചേക്കുമായിരുന്നു. അപ്പൊ നമുക്ക് ഇത് വേവിക്കാം. എന്നിട്ട് അയല കറിയും വെക്കാം. അയലല്ല, അയലക്കിരി, അതും കറി വെക്കാം. അപ്പൊ നമുക്കിതിന്റെ അടുപ്പത്തോട്ട് വെക്കാം. നമുക്ക് വെള്ളം ചേർക്കണ്ട, ഇതിനകത്ത് ഓൾറെഡി വെള്ളത്തിന്റെ ഇതുണ്ട് കണ്ടോ. നമുക്ക് ഈ ഫ്രീസർ വെച്ചുകൊണ്ട് അതിന്റെ ഐസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെള്ളം അധികം ചേർക്കണ്ട, വെറുതെ ഒന്ന് ഇങ്ങനെ തളിച്ചു കൊടുത്താൽ മതി. അടുത്ത് കൊടുത്താൽ മതി. ഓക്കെ, ചെറിയ തീ വെച്ചാൽ മതി. എന്നിട്ട് വേറെ ഇച്ചിരി വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ഒത്തിരി വെള്ളം വേണ്ട, നമുക്ക് വെള്ളത്തിന്റെ അനുസരിച്ച് നമുക്ക് പിന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇത് നമുക്ക് അടച്ചു വെക്കാം. വേവട്ടെ, അവിടെ ആദ്യം കയറി വേവട്ടെ. അപ്പൊ നമുക്ക് ഇതിനുള്ള അരപ്പ് നമുക്ക് അരച്ചുകൊണ്ട് വരാവേ. തേങ്ങ, വെളുത്തുള്ളി, ജീരകം, പിന്നെ പച്ചമുളക് കുറച്ച് മതി. എല്ലാം കൂടി ഇതിനകത്തോട്ട് ഇട്ടിട്ട് നമുക്കിത് അരച്ചോണ്ട് വരാം. ശകലം ഉപ്പ് ഇട്ടേക്കാം അതിനകത്ത്. ഞാൻ അതിനകത്ത് ഉപ്പ് ഇടുന്നില്ല, നമുക്ക് അരപ്പിനകത്ത് ഉപ്പ് ഇടാം. ശകലം മതി. അപ്പൊ ഇത്രയും കൊണ്ട് ഞാൻ ഒന്ന് അരച്ചോണ്ട് വരട്ടെ. ഓക്കെ, വെളുത്തുള്ളി 2-3 വർഷം മതി. ഇത് മതി. അപ്പൊ ഞാൻ ഇത് അരച്ചോണ്ട് വരാം. ഓക്കെ, വെള്ളം പറ്റിയെന്നൊക്കെ നോക്കാം. ഇത് കുറച്ചിട്ടാ മതി, ഇതിലിട്ടാ മതി കേട്ടോ. ശകലം കൂടെ വെള്ളം വേണം. ഞാൻ കുറച്ചല്ലേ ഒഴിച്ചുള്ളൂ. ചക്കുരു ഉണ്ട്, അതിനകത്ത് വേവാനുള്ള വെള്ളം ഒഴിക്കണം. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണം. അടച്ചു വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ ചെറുതായിട്ട് വേവിക്കാം. അത് വേവട്ടെ. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയിരുന്നേ. ഇതിനകത്ത് ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടി ചേർക്കുന്ന കാര്യം അതിനകത്ത് പറയാൻ വിട്ടു. അതിനകത്ത് ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് ഞാൻ അരച്ചു വെച്ചിട്ടുണ്ട്. രണ്ട് ഒതുക്കിയെടുക്കുക, ചതയ്ക്കാന്നൊക്കെ പറഞ്ഞില്ല, അതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് 2-3 സെക്കൻഡ് കൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ അരപ്പിന്, ഈ ചക്കക്കകത്തോട്ട് ഈ അരപ്പും കൂടെ നമുക്ക് ഇട്ടിട്ട് ഇതുകൂടെ നമ്മൾ ഒന്ന് വേവണ്ടേ. ചെറിയൊരു കുഴി കുത്തണം സൈഡില്. അതിലേക്ക് ഇത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം. ഇതിനകത്ത് ഇത് വേവ്. ചക്ക വേവുന്നതോടൊപ്പം തന്നെ ഇത് ഇങ്ങനെ വെന്തോളൂ ഇതിനകത്ത് കേട്ടോ. അപ്പം തീരെ തീ കുറച്ച് അടുക്കി പിടിക്കാതെ ഇതിനകത്തോട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക. ഒരു കാര്യം കൂടെ മറന്നു വെച്ചാൽ കറിവേപ്പില ചെറിയൊരു ഓക്കെ. ഇത് വേവട്ടെ. ഇനി അതാ ചെറിയ രീതിയിൽ നമ്മളിത് വേവട്ടെ. ഇവിടത്തേക്ക് നമുക്ക് മീൻ കറി വെക്കാനുള്ള നമുക്ക് അതിന്റെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാം. നമുക്കിതൊന്ന് ഇളക്കി നോക്കാവേ. നമുക്ക് എടുത്തിട്ടേ ഒന്ന് ഇളക്കി നോക്കാം. കുറച്ചു നേരം ആയാലും നമ്മൾ വെച്ചിട്ട് അപ്പൊ നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. ഓക്കെ, നമ്മൾ അരപ്പെല്ലാം ചേർത്തിട്ടുണ്ട് ഇതിനകത്ത് കേട്ടോ. ഇനിയിപ്പോ ഒന്നും ചേർക്കാനില്ല ഇതിനകത്ത്. അപ്പൊ ഇനിയിപ്പോ ഇത് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിത് ഇനി ഇത് കുഴച്ചെടുക്കാം. ഈ തവി മാറ്റിട്ട് വേറൊരു
തവി എടുക്കാം. ഇതേപോലത്തെ ഒരു തവി എടുക്കുകയാണെങ്കിൽ നല്ലപോലെ കുഴച്ചത് ഇങ്ങനെ കുഴച്ചെടുക്കാം. ഇനി തീ അങ്ങ് ഓഫ് ചെയ്തേക്കാം. ഇനി തീയുടെ ആവശ്യമില്ല, കഴിഞ്ഞു. ചക്കയും ചക്കക്കുരുവും അരപ്പും കറിവേപ്പിലയും എല്ലാം കൂടെ നല്ലതുപോലെ ഇതായിട്ടുണ്ട്. പിന്നെ ചിലർ ഇതിനകത്ത് നമ്മളിതെല്ലാം റെഡിയായി കഴിയുമ്പോഴത്തേക്ക് ഈ കുഴച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ മേലെ കൂടെ നിറച്ചിട്ട് ഒഴിക്കാറുണ്ട്. അതാകുമ്പോൾ ചെറിയ നല്ല മണവും കിട്ടും, അടിപൊളിയായിരിക്കും. അപ്പൊ ഇതിൻ്റെ കൂടെ മീൻകറി അവിടെ നമുക്കിന്നൊന്ന് വെക്കണം. മീൻകറിയും കൂടെ വെച്ചിട്ട് സെറ്റാക്കണം. മൊത്തം വേർത്ത് ഇരുന്ന് ഭയങ്കര ചൂടാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്കിന്ന് അത്രേ ഉള്ളൂ. നമ്മുടെ ചക്ക റെഡി ആയിട്ടുണ്ട്. ചക്ക അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇച്ചിരി ഉപ്പുണ്ടോ നോക്കാം. ഉപ്പൊക്കെ ഉണ്ട്, അടിപൊളി, എല്ലാം അടിപൊളി. ചക്ക നമുക്ക് വിളമ്പാവേ. ചക്ക കുഴച്ചത് നമുക്ക് ഇതിനകത്തോട്ട് വിളമ്പി എടുക്കാം. ചക്കയ്ക്ക് നല്ല മണം വരുന്നത് കേട്ടോ. മീൻ അയലയല്ല, അയലക്കിരിയാണ് കേട്ടോ. അങ്ങനെ നമ്മള് പറഞ്ഞു, അയലക്കിരിയ എന്ന് പറയുന്ന ഒരു മീനാണ്. നമുക്ക് ഇതിനകത്ത് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി വേറെ പാത്രം വേണം, നമുക്ക് ഇതിനകത്ത് തന്നെ ഒരു ശകലം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ മേലെ ഒഴിച്ച് ഇത് ഞങ്ങളുടെ ഞായറാഴ്ച സ്പെഷ്യൽ ഉണ്ടാവും. അത് നമുക്ക് കഴിച്ചു നോക്കാം. മീനെടുത്ത് അടിപൊളി, നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പറാണ്. ഇതിന്റെ കൂട്ടത്തില് ഞങ്ങള് നല്ല ഈ ചക്ക വേവിച്ചതും മാങ്ങ അച്ചാറും കൂടെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഓക്കെ, മീനൊക്കെ നല്ലപോലെ ഇതിന്റെ കൂട്ടൊക്കെ പിടിച്ചിട്ടുണ്ട്. ഉപ്പും മുളകും എല്ലാം പിടിച്ചിട്ടുണ്ട്. ഇവിടെ വേറെ ചക്ക കിട്ടാറുണ്ട്. നേരത്തെ ചക്ക കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ വേവിച്ച ചക്ക എടുത്ത് ഞങ്ങൾ ഫ്രീസറിനകത്ത് വെച്ചിരുന്നു. ഇന്നത്തേക്ക് എടുക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരുന്നു. അപ്പം അരിഞ്ഞ് എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു. ഇനി വേവിച്ചാൽ മാത്രം മതിയായിരുന്നു. ഇവിടെ വേറെ ചക്ക കിട്ടാനില്ല. അപ്പൊ കിട്ടിയ ചക്ക ഞങ്ങൾ കുറച്ച് സേവ് ചെയ്ത് വെച്ചു. കുറെ ചക്കക്കുരൊക്കെ വന്നാണ്. അത് ഞാൻ ഇടയ്ക്ക് ഞങ്ങൾ കറിയൊക്കെ വെളുത്തോട്ടിയൊക്കെ വെച്ചിരുന്നു. ഇതെന്റെ ലാസ്റ്റ് ചക്ക കേട്ടോ വിട്ട്. ഇനി വേറെ ചക്ക കാശ് കൊടുത്താലേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഇവിടെ 250 രൂപയാണ് അത് ചക്ക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ അതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബെല്ലൊക്കെ അടിച്ച് പൊട്ടിച്ചോ, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതുപോലൊക്കെ തന്നെ വെച്ച് നോക്കുക കേട്ടോ. അപ്പൊ ഒരു അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.